നമസ്കാരം. ഇന്ന് നമുക്ക് 13ാമത്തെ അഷ്ടപതി നോക്കാം. കണ്ണനെ കാണാൻ ആഗ്രഹിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങിയതാണ് രാധ. എന്നാൽ രാധയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യായിരുന്നു. അത്രയും അവശയായിരുന്നു രാധ. വിരഹദുഃഖം മൂലം ഇങ്ങനെ അവശയായ രാധ സഖിയോട് പറയുകയാണ്, തൻ്റെ ഈ ദയനീയ സ്ഥിതി കണ്ണനെ അറിയിച്ച് കണ്ണനെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. അങ്ങനെ സഖിയെ കണ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. സഖി ഉടനെ തന്നെ കണ്ണനെയും കൊണ്ട് തൻ്റെ അടുത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാധ. എന്നാൽ ചന്ദ്രനുദിച്ചു, പൂനിലാവെങ്ങും പ്രസരിക്കാൻ തുടങ്ങി. എന്നിട്ടും കണ്ണൻ വരുന്നില്ല. മാത്രമല്ല, കണ്ണനെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയ സഖിയെയും കാണാനില്ല. അങ്ങനെ എല്ലാം കൊണ്ടും രാധയ്ക്ക് നിരാശയായി. സഖി തന്നെ വഞ്ചിച്ചിരിക്കുമോ എന്ന് സംശയിക്കുന്ന രാധയുടെ വിലാപമാണ് 13ാമത്തെ അഷ്ടപതി. രാധ സ്വയം പലതും പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ്. രാധ പറയുകയാണ്, പറഞ്ഞ സമയമായിട്ടും എന്താണ് കണ്ണൻ വരാത്തത്? തൻ്റെ ഈ രൂപലാവണ്യവും യൗവനവുമെല്ലാം നിഷ്ഫലമായല്ലോ. താൻ ആരെ അനുഗമിക്കുന്നതിന് വേണ്ടിയാണ് രാത്രി സഞ്ചാരം ശീലമാക്കിയത്? അവൻ നിമിത്തം തൻ്റെ ഹൃദയം കാമശരത്താൽ തറയ്ക്കപ്പെട്ട് വേദനിക്കുകയാണ്. തൻ്റെ ശരീരത്തിൽ ജീവനില്ല എന്ന് പറയാണ് രാധ. നിർജീവമാണ് തൻ്റെ ശരീരം. ഈ നിർജീവമായ ശരീരം എങ്ങനെയാണ് വിരഹദുഃഖം സഹിക്കുക? മരണം തന്നെയാണ് തനിക്ക് അനുഗ്രഹമായിട്ടുള്ളത്. മാത്രമല്ല, വിരഹമാകുന്ന അഗ്നിയെ വഹിക്കുക കൊണ്ട് താൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും പൂമാലയുമെല്ലാം തനിക്ക് വേദനയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയാണ് രാധ. ഞാനാണെങ്കിൽ വനത്തിൽ ആറ്റുവഞ്ഞികൾക്കിടയിൽ വസിക്കുന്നു. എന്നാൽ കണ്ണനാകട്ടെ എന്നെ ഒന്ന് ഓർക്കുന്നു പോലുമില്ല. രാധ പറയാണ്, മധുരമായ ഈ വസന്തരാത്രി തനിക്ക് ദുഃഖമാണ് ഉണ്ടാക്കുന്നത്. ഏതോ സുഹൃതിയായ കാമിനി കണ്ണനോടുകൂടി രമിക്കുകയാണ് എന്നെല്ലാം പലതും ചിന്തിച്ചുകൊണ്ട് പലതും പറഞ്ഞ് വിലപിക്കുകയാണ് രാധ. കണ്ണൻ രാധയുടെ അടുത്തേക്ക് വരാൻ വൈകുമ്പോൾ കണ്ണനെ തൻ്റെ സമീപത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു പോയ സഖി കണ്ണനോടുകൂടി രമിക്കുകയാണോ എന്ന് സംശയിക്കുന്ന രാധയുടെ വിലാപമാണ് ഇതിലെ ഓരോ പദങ്ങളിലും ജയദേവർ വർണ്ണിച്ചിരിക്കുന്നത്. ഹരിയുടെ തൃപ്പാദങ്ങൾ ശരണമായിട്ടുള്ള ജയദേവ കവിയുടെ ഈ ഗീതം ലളിതകലകൾ അഭ്യസിച്ചവളായ യുവതിയെപ്പോലെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ജയദേവർ ഈ ഒരു അഷ്ടപതി അവസാനിപ്പിക്കുന്നത്. കഥിത സമയേ ബിഹരി ആഹനയ യൗവനം മമ വിഫലമിതമലരൂപമപി യൗവനം യാമിഹേ കമിഹ ശരണം സഖീ ജനവചന വഞ്ചിതാഹം കൃഷ്ണ യാമിഹേ കമിഹ ശരണം യദനുഗമനായ നിശി ഗമനമഭിശീലിതം തേന മമ ഹൃദയമിദമസമശര കീലിതം യാമിഹേ കമിഹ ശരണം സഖീ ജനവചന വഞ്ചിതാഹം കൃഷ്ണ യാമിഹേ കമിഹ ശരണം മമ മരണമേവ വരം അതിവ തഥ കേതന കിമിഹ വിഷഹാമി വിരഹാനലം അചേതന യാമിഹേ കമിഹ ശരണം സഖീ ജനവചന വഞ്ചിതാഹം കൃഷ്ണ യാമിഹേ കമിഹ ശരണം അഹഹ കലയാമി വലയാദിമണിഭൂഷണം ഹരിവിരഹദഹന വഹനേന ബഹുദൂഷണം യാമിഹേ കമിഹ ശരണം സഖീ ജനവചന വഞ്ചിതാഹം കൃഷ്ണ യാമിഹേ കമിഹ ശരണം.
മാമഹവിധുരയതി മധുരമധുയാമിനി കാപി ഹരിമനുഭവതി കൃതസുകൃതകാമിനി യാമിഹേ കാമിഹ ശരണം സഖീ ജനവചന വഞ്ചിതാഹം കൃഷ്ണായാമിഹേ കാമിഹ ശരണം കുസുമ സുകുമാരതനും അതനു ശരലീലയാ സ്രഗബിഹൃദി ഹന്തി മാമതി വിഷമശീലയാ യാമിഹേ കാമിഹ ശരണം സഖീ ജനവചന വഞ്ചിതാഹം കൃഷ്ണായാമിഹേ കാമിഹ ശരണം അഹമിഹ നിവസാമി നഗണിത വനവേതസാ സ്മരതി മധുസൂദനോ മാമപി ന ചേതസാ യാമിഹേ കാമിഹ ശരണം സഖീ ജനവചന വഞ്ചിതാഹം കൃഷ്ണായാമിഹേ കാമിഹ ശരണം ഹരിചരണ ശരണ ജയദേവ കവി ഭാരതി വസതു ഹൃദി യുവതിരിവ കോമളകലാവതി ജയദേവ കവി ഭാരതി ഹൃദി വസതു കൃഷ്ണ ഹൃദി വസതു.